ലൂക്കോസ് 6:19. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുക കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. യേശു കർത്താവ് യോർദാനിൽ സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ തൻ്റെ മേൽ ആവസിച്ചു. ആത്മാവ് നിറഞ്ഞവനായി തീർന്നു. യേശുവിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ചെയ്യുന്നതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. 40 ദിവസം പിശാച് മരുഭൂമിയിൽ വെച്ച് യേശു കർത്താവിനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ കർത്താവ് അതെല്ലാം ജയിച്ച് പിശാചിനെ നിരാശനാക്കി തൻ്റെ ശുശ്രൂഷയിൽ വിളങ്ങുവാൻ തുടങ്ങി. ഒരു ദിവസം യേശു കർത്താവ് പ്രാർത്ഥിക്കേണ്ടതിനൊരു മലയിൽ ചെന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പൊസ്തലന്മാർ എന്നും പേർ വിളിച്ചു. ഇവിടെ നാം വായിക്കുന്നത് കർത്താവിൻ്റെ പിന്നാലെ നടന്നവർ അനേകരായിരുന്നു, എന്നാൽ ശിഷ്യന്മാരായിരിക്കാൻ കർത്താവ് തിരഞ്ഞെടുപ്പ് നടത്തി എന്നതാണ്. ആത്മാവിൻ്റെ നിറവിലായിരുന്ന കർത്താവിന് അത് ചെയ്യുന്നതിൽ ഒരു പ്രയാസവും തോന്നിയില്ല. ഓരോരുത്തരെയും വ്യക്തമായി അറിയാവുന്ന കർത്താവ് തൻ്റെ മുന്നറിവും മുൻനിർണയവും മുഖാന്തരം അവരെ തിരഞ്ഞെടുത്തു. ഒരു ഇലക്ഷനും നടത്തിയില്ല. അവിടെ പല ദേശങ്ങളിൽ നിന്നും ജനം ദൈവവചനം കേൾക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും കൊണ്ടുവരുവാനിടയായി. ശക്തി കർത്താവിൽ നിന്ന് പുറപ്പെട്ടു. കർത്താവിൻ്റെ അടുക്കൽ വന്നവരെല്ലാം സൗഖ്യമാകുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ യേശുവിനെ തൊടുവാൻ എല്ലാവരുടെയും തിക്കും തിരക്കുമുണ്ടായി. യേശുവിൻ്റെ വാക്കുകളിൽ, വസ്ത്രത്തിൽ, ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചു. കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അതിന് കഴിഞ്ഞില്ല. എന്നാൽ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ശിഷ്യന്മാർ ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴൽ എങ്കിലും അവരിൽ വീഴേണ്ടതിന് രോഗികളെ കൊണ്ടുവന്ന് കിടത്തുവാൻ തുടങ്ങി. നിഴലിൽ ശക്തി വ്യാപരിച്ചു എന്ന് നാം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 19:12 പൗലോസിൻ്റെ മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ, ദുരാത്മാക്കൾ അവരെ വിട്ടുമാറുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ആത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് നമുക്ക് ആത്മശക്തിയോടെ ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ശത്രുവിനെ ജയിച്ചു മുന്നേറുവാൻ, അവൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി മുന്നേറുവാൻ ദൈവം കൃപ തരട്ടെ. ഒരു യഥാർത്ഥ ശിഷ്യൻ എപ്രകാരം ആത്മനിറവും ആത്മശക്തിയും കൊണ്ട് ജീവിക്കണമോ അപ്രകാരമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.